ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് വന്നതാണ്. നമ്മളൊരു ഫുഡിൻ്റെ പ്രോഡക്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ആവണി ഫുഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചത്തു ആട്ടുകുണ്ടിയുടെ പേരിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മുളക് പൊടി അങ്ങനെയുള്ള പൊടി ഐറ്റംസും പിന്നെ ഉണ്ണിയപ്പം അങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. അതെല്ലാവരെയും ഒന്ന് അറിയിക്കാൻ വന്നതാണ്. താങ്ക് യു. അയ്യോ, എനിക്ക് വയ്യ. ഒരു കാക്കക്കുഞ്ഞിനെ കളഞ്ഞു കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതുണ്ട്. രാവിലെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. മിറ്റവും പരിസരവും മൊത്തം ഇനി നല്ല 2 മണിക്കൂർ പ്രയത്നിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ഉണ്ട് ഒരു പുഴു ഇരിക്കുന്നു. കണ്ട, നീ ചാരി ഇരിക്കുന്നിടത്തെ മാറിക്ക് മാറജി മോനെ. തൂറുകയും ചെയ്യും, മടി കയറിയിരിക്കുക മാത്രമല്ല അമ്മച്ചി വളർത്ത. ഇപ്പം ചിലപ്പോൾ അതിന് തോന്നുക ആ തുണിയിലോട്ട് അങ്ങ് തൂറിക്കഴിഞ്ഞാലോ. മാറിക്കെടുത്ത് ആ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ അതിനൊന്ന് തൂറിയേ കൊള്ളാവുന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇല്ലേക്കളേ, നോട്ടമൊക്കെ കണ്ടോ. എത്ര രൂപ കൊടുത്ത്? 120 രൂപ കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്നേക്കുവോ. വല്ല കാര്യമുണ്ടോ? സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നേക്കുവോ. കണ്ടോ, അവൻ കൊടുക്കുന്ന ഒന്നിനും വില കിട്ടത്തില്ല. അവൻ മേടിക്കുന്ന എല്ലാത്തിനും ഭയങ്കര വില. 150 ഇല്ലയോ? 150 രൂപ. കരിങ്കോഴിക്കുഞ്ഞ് ഇവിടെ ഉണ്ട്. 2 കരിങ്കോഴി പിടകളും 3 പൂവനും മേടിക്കും. അടക്കോഴി എങ്ങും കിട്ടത്തില്ല. രണേന്ദ്രമാമൻ മുമ്പേ പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ വിറ്റിട്ട് വന്നിടത്തുനിന്നേ എൻ്റെ അമ്മയുടെ മച്ചുണൻ്റെ മോൻ വന്നായിരുന്നു. രണേന്ദ്രൻ എന്നാ പേരെണ്ണൻ്റെ. ഇവിടെ അടുത്ത് ഇപ്പം ടാപ്പിങ്ങിന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നപ്പോൾ അച്ചാച്ചനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വന്നതാണ്. ഞങ്ങളെല്ലാവരും ഉറങ്ങുമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ വന്ന് വിളിച്ചെണീപ്പിക്കുക. വെളിയിൽ വന്ന് വിളിച്ച് ഗേറ്റൊക്കെ പൂട്ടിയിട്ടേക്കുമായിരുന്നു. അതുപോലെ ചിക്കുവിനെ തുറന്നും ഇട്ടേക്കുമായിരുന്നു. ചിക്കു ഭയങ്കരമായിട്ട് കിടന്ന് കുരച്ചു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ചാടി എണീറ്റ് ചെന്ന് നോക്കിയപ്പോൾ അണ്ണൻ നിൽക്കുക. സമയം അന്നേരം 7 മണിയായിരുന്നു. 7 മണി വരെ ഞങ്ങൾ കിടന്നുറങ്ങിയിരുന്നു. ഇന്ന് എണീക്കുന്നില്ല, അജുന്ന് വെട്ടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് നമുക്ക് ഇച്ചിരി നേരം കിടന്നുറങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ ചില ദിവസമൊക്കെ. പിന്നെ അജുവിന് തോന്നുവാണെങ്കില്ല പിന്നെ അജുമോനെ ഇറങ്ങി എടുക്കുകയും എല്ലാം ചെയ്യുന്നത്. അജു നട്ടു വെച്ചേക്കുന്ന ചെടിയെ വെള്ളമൊന്നും ഒഴിക്കാതെ ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് ഇത് മാത്രം നല്ലതായിട്ട് നിൽക്കുന്നു. ആദ്യം ചെടിയൊക്കെ നടുവെന്നൊക്കെ പറഞ്ഞു. പിന്നെ ചെടിയൊന്നും നടത്തില്ല. കുറച്ച് കോഴികളെ തുറന്ന് വിട്ടേക്കും. മോനെയൊക്കെ വെള്ളക്കോഴി അങ്ങ് ക്ഷീണിച്ച് കേട്ടോ. അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് അവൻ ക്ഷീണിച്ച് നിൽക്കുന്നത്. ഇപ്പുറത്ത് ഇറക്കി നിർത്തിയേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളേ. ഇനി പതുക്കെ ചെന്നിട്ടേ ഓരോന്നൊക്കെ ഒന്ന് ചെയ്യട്ടെ. ഇവർക്ക് തിന്നാനൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ. എന്തെങ്കിലും രാവിലെ ഉണ്ടാക്കി കൊടുക്കട്ടെ. അജുവിന് പപ്പടവും കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ഒരു ഇച്ചിരി ഉണ്ണിയപ്പം ഉണ്ടാക്കും. ഒത്തിരി ഒന്നും ഉണ്ടാക്കത്തില്ല. 5 കവറൊക്കെ അത്രയൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. അന്നേരം അത് അജുമോന് പപ്പടം കൊടുക്കുമ്പോൾ അതും കൂടെ കൊടുക്കാൻ പറ്റും. ആരെങ്കിലും പറയുവാണെങ്കിലൊക്കെ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കാം, ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നുള്ളത് വിചാരിച്ചുകൊണ്ട്. ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവർ തമ്മിലുള്ള ഒരു ഐക്യം നമുക്കൊന്ന് കാണാമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു ഞാൻ. ശനിയാഴ്ച ദിവസം രാവിലത്തെ ഓരോരോ കാഴ്ചകളാണ്. എണീറ്റ് വന്നതേ ഉള്ളൂ. ശനിയാഴ്ചയൊക്കെ ഞങ്ങൾ ഇച്ചിരി നേരമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട്. അപ്പോൾ ഉണ്ട് എൻ്റെ ആങ്ങള ഇങ്ങോട്ടൊന്ന് വന്നു പാക്കണ്ടത്തിൽ നിന്ന്. അപ്പം
അവരെ ഒന്ന് പിന്നെ അവരിങ്ങോട്ടൊന്ന് വന്നു. പിന്നെ അപ്പം അവരെയൊക്കെ ഒന്ന് പിന്നെ ഞങ്ങളെ വന്ന് വിളിച്ചെണീപ്പിക്കുകയോ ചെയ്ത. ചിക്കുവിനെ തുറന്നു വിട്ടേക്കുമായിരുന്നത് കൊണ്ട് ചിക്കു ഭയങ്കരമായിട്ട് കുരച്ചു. 7 മണിയായി അന്നേരം. ഇന്ന് ഞങ്ങൾ എണീറ്റത് 7 മണിക്കാണ്. അന്നേരവും എണീക്കത്തില്ലായിരുന്നു, 7:30 എണീക്കുമെന്നും പറഞ്ഞായിരുന്നു ഇന്നലെ കിടന്നത്. അങ്ങനെ എന്നിട്ട് പിന്നെ അജുമോൻ എണീറ്റ് വന്ന് പിന്നെ പിന്നെ പട്ടിയൊക്കെ പിടിച്ച് കെട്ടി. കണ്ടോ കഴിഞ്ഞ ദിവസം പിന്നെ സ്കൂളിൽ പോയിട്ട് വന്നപ്പം ഒരു കരിങ്കോഴിയെ മേടിച്ചുകൊണ്ട് വന്നേക്കുക കേട്ടോ. 100 രൂപ കൊടുത്തൊരു കോഴിയേയും കൊണ്ട് വന്നേക്കുക. കണ്ട് നിൽക്കുന്നു. 100 120 ഇല്ലയോ? 120 രൂപ 120 രൂപ കൊടുത്തൊരു കോഴിക്കുഞ്ഞിനെ മേടിച്ചു. 150 രൂപ. എന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞ് 120 എന്നൊക്കെ പറഞ്ഞ് 150 രൂപയും കൊടുത്ത് കണ്ടോ ഒരെണ്ണത്തിനെ കൊണ്ട് നിർത്തിയേക്കുന്നുണ്ടോ. ഇവിടെ ഉള്ളതിനെ കൊടുക്കാൻ നമുക്കിനി വേണ്ട മോനെ എന്ന് പറയുമ്പം പിന്നെയും അവിടുന്ന് ഓരോന്നിനെയും കൊണ്ട് വരുക കണ്ടോ. ഇതിൻ്റെ കൂടെ അങ്ങ് ഇരിപ്പും നടപ്പും ഇപ്പോഴത്തെ പണി. അതിനെ കൊണ്ടുവന്ന് നിർത്തി തീറ്റുക. പണ്ട് 4 കോഴികളുണ്ടായിരുന്നു അജിമോന്. ആദ്യം പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ 4 എണ്ണം. ഏതൊക്കെയായിരുന്നു മോനെ? എന്തുവായിരുന്നു അവരുടെയൊക്കെ പേര്? പൂവി, കുഞ്ഞു, പിന്നെ ഒരെണ്ണത്തിൻ്റെ പേരെന്തുവായിരുന്നു? ചുമന്ന പൂ, അതിനെ വിളിക്കുന്ന പൂവൻ കോഴിയെ. അവസാനയോ പൊന്നാരിച്ച് മോനെ അവിടെ നിന്നോട്ടടാ. പുന്നാരിച്ച് കൊണ്ട് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വളരത്തില്ല. പുന്നാരിച്ച് കൊണ്ട് നടന്ന് ഇങ്ങനെ എടുത്തോണ്ട് ഇങ്ങനെ തൂക്കുന്ന കണ്ടോ. എപ്പോഴും ഇങ്ങനെ തൂത്തും എടുത്തും പിടിച്ചും കൊണ്ട് നടന്ന് അവസാനം പിന്നെ അവനങ്ങ് വളർന്ന് വലുതായി. നമ്മുടെ അയ്യത്തൂടെ എല്ലാം കൊണ്ട് ആടിനെ തീറ്റുന്ന പോലെ പോച്ച തീറ്റിപ്പിക്കുക. പോച്ചയും ചെതലിനെയും എല്ലാം തീറ്റിപ്പിക്കാൻ അങ്ങനെ കൊണ്ട് നടന്നു. പിന്നെ അവനങ്ങ് വളർന്ന് 4 അല്ല 6 കിലോയും കണ്ടുണ്ടായിരുന്നു അവന്. പിന്നെ 6 കിലോ. അതിനെ അത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ഡ്രസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവനൊന്നും ചെയ്യത്തില്ല. വെളിയിൽ നിന്ന് വല്ലവരും കയറി വന്നു കഴിഞ്ഞാൽ ഓടിച്ചിട്ട് കൊത്തും. അതുപോലെ പിന്നെ നമ്മൾ ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പറന്ന് വന്ന് കൊത്തും. ഒരു ദിവസം അച്ചാച്ചൻ വൈകിട്ട് മീൻ മേടിക്കാൻ പോകാൻ ഇറങ്ങി അച്ചാച്ചൻ അന്നൊരു മഴയുള്ള ദിവസം പിന്നെ ഇറങ്ങി അച്ചാച്ചൻ അങ്ങോട്ട് ഇറങ്ങുമോ പുറകെ കൂടെ ചാടി വന്ന് അച്ചാച്ചൻ വെള്ളം കൊണ്ട് കൊടുത്തേക്കുവന്നേ. പുറകെ കൂടെ ചാടി വന്ന് അച്ചാച്ചനെ ഒറ്റ കൊത്ത് മേത്തോട്ട് ചാടി അങ്ങ് കയറി. അച്ചാച്ചൻ്റെ പിന്നെ പുറവശത്തോട്ട് ചാടി കയറി. അച്ചാച്ചൻ്റെ മുണ്ട് നിറച്ച് ചള്ള. അച്ചാച്ചൻ കാണുന്നില്ല. അച്ചാച്ചൻ അതും വെച്ചുകൊണ്ട് പോയി. തിരിച്ച് വന്നപ്പോഴും അതങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഈ മുറ്റത്തു നിന്നുള്ള ചള്ള അച്ചാച്ചൻ്റെ മുണ്ടയിലായി. എന്നിട്ട് ഒരു ദിവസം ഇതുപോലെ പോയിട്ട് ഞാൻ വിറക് പറക്കാൻ എന്നും പോകുമായിരുന്നു. നമ്മുടെ ഇവിടെ എല്ലാം തോട്ടമില്ലയോ. ഒരു ദിവസം വിറക് പറക്കാൻ പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ട് പിന്നെ അജുമോൻ ഓടി കരഞ്ഞുകൊണ്ട് അമ്മച്ചി വലിയ പൂ എന്നെ കൊത്തി അമ്മച്ചി. പൂവൻകോഴി അങ്ങനെയാണ് വിളിക്കുന്നത്. വലിയ പൂ എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പം എന്നെ കൊത്തി അമ്മച്ചി, അവനെ നമുക്കിനി വേണ്ട, അവനെ നമുക്ക് കൊല്ലണം എന്ന് പറഞ്ഞു. എനിക്ക് കൊത്തിയെന്ന് പറയും. എനിക്കങ്ങ് ഇച്ചിരിയുള്ള അജിമോൻ അന്നേരം എനിക്കങ്ങ് വിഷമവും ദേഷ്യവും എല്ലാം കൂടി ഇങ്ങോട്ട് വന്നിട്ട് ഒന്നിലൊരു 2ലായില്ല ഇല്ലേക്കളെ, 1-ാം ക്ലാസ്സിലാണ്. എനിക്ക് വിഷമമൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് 1-ാം ക്ലാസ്സിൽ പഠിക്കുമോ അങ്ങോട്ട് ചെന്ന് അതിനെ ഇങ്ങോട്ട് പിടിച്ച് കൂട്ടി കയറിയായിരുന്നു. ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാലയിലോട്ട് ചവിട്ടി കഴുത്ത് പിടിച്ച് പിരിച്ചങ്ങ് കൊന്നു. എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് അജുവിനെ ഞങ്ങൾ ഒന്നും ചെയ്യുമോ അടിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. വഴക്ക് പോലും ആ സമയത്ത്. ഇപ്പോഴാ വഴക്ക് പറച്ചിലൊക്കെ തുടങ്ങിയേക്കുന്നത്. അന്ന് അജുവിനെ ഒന്നും ചെയ്യത്തില്ല, ഇങ്ങനെ കൊണ്ട് നടക്കുക. എന്നാലും അലയ്ക്കും കേട്ടോ, പഠിക്കാത്തതിന് അലയ്ക്കും, ഉറക്കെ അലയ്ക്കും. എല്ലാവരും കേൾക്കും അലയ്ക്കുന്ന, അടിക്കത്തില്ല. ഞാൻ അതിനെ കൊന്ന് അജു കണ്ടില്ല, അജുവിനെ കാണിച്ചില്ല. കൊന്നിട്ട് ഞാനാണെങ്കിൽ അജു ഉറങ്ങിക്കഴിഞ്ഞിട്ട് അതിനെ ശരിയാക്കാമെന്ന് പറഞ്ഞ് അച്ചാച്ചൻ പറഞ്ഞ് കാണിക്കരുതെന്ന് പറഞ്ഞ്. കണ്ടു കഴിഞ്ഞാൽ ഇവന് വിഷമം വരും. ഞാൻ എന്തോ ഇത് കാണിക്കാതെ എടുത്ത് പിന്നെ ഇതുപോലെ ബക്കറ്റിനകത്ത്, പ്ലാസ്റ്റിക് ബക്കറ്റ് ഉണ്ടല്ലോ, വലിയ ബക്കറ്റ്, ആ ബക്കറ്റിനകത്ത് പിടിച്ച് വെച്ച് അതിനകത്ത് എടുത്ത് വെച്ചിരുന്നു. എന്നിട്ടും ചത്തെന്ന് വിചാരിക്കും. എന്നിട്ടും അത് ചാവുന്നില്ല, ശരിക്കും ചത്തില്ല.
അയ്യോ എൻ്റെ ദൈവമേ. അത് കഴിഞ്ഞ് പിന്നെ ഇച്ചിരി കൂടെ കഴിഞ്ഞപ്പോഴത്തേനും ഭാരം അങ്ങ് കൂടിയിട്ട് പിന്നെ രാത്രിയായപ്പം ഞാനും അച്ചാച്ചനോട് അജു ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിനെല്ലാം അതിൻ്റെ പിന്നെ ചൂടുവെള്ളത്തിൽ മുക്കി അതിൻ്റെ പൂടെയെല്ലാം പറിച്ച് അതിനെ റെഡിയാക്കി ഞങ്ങൾ. അയ്യോ പിന്നെ ഇവിടെ വലിയൊരു ഉരുളിയുണ്ട്. എന്നിട്ട് അതെടുത്തിട്ട് അതിനകത്ത് അതിൻ്റെ പകുതിയേ എടുത്തുള്ളൂ, പകുതി ഭാഗം. അപ്പോഴത്തേക്കങ്ങ് അടപ്പയിലോട്ട് വെക്കുമ്പോഴത്തേന് കഷ്ണമൊക്കെ മുറിക്കുമ്പോഴത്തേനും അങ്ങ് കൂടുക. അങ്ങ് അടപ്പയിലോട്ട് വെച്ചപ്പോഴത്തേന് വലിയ ഉരുളി നിറച്ചായിട്ട് നിറഞ്ഞങ്ങ്. എന്നിട്ട് പകുതിയേ എടുത്തുള്ളൂ, ബാക്കി എടുത്ത് ഞങ്ങൾ തിരിച്ചു വെച്ചായിരുന്നു. അങ്ങനെ പിന്നെ ഞാനും വെച്ച ഒരാഴ്ച തിന്നാലും ഒരാഴ്ച തിന്നിട്ടും തീരത്തില്ല. എൻ്റെ അച്ചാച്ചനെ സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ചിക്കൻ തിന്ന് വാ പൊട്ടി ഒരാഴ്ച. മറ്റേത് ഇല്ല. എന്നിട്ട് പിന്നെ അന്നല്ല പിറ്റേ ദിവസവും കണ്ട എണീറ്റ് വന്നിട്ട് അതിൻ്റെ പൂട എടുത്തു കൊണ്ടുവന്ന് പിന്നെ അന്നാന്നോ അതിൻ്റെ പിറ്റേന്ന് അയ്യോ എന്തോ കരച്ചിലേങ്ങൽ. എന്തിനാമച്ചി എൻ്റെ പൂവനെ കൊന്നു എന്നും പറഞ്ഞ് കരഞ്ഞ് വിളിച്ചു പോയി. എന്നിട്ട് പിന്നെ പുസ്തകത്തിനകത്ത് കൊണ്ടുവന്ന് ആ കോഴിപ്പൂട കൊണ്ടുവന്ന് വെച്ചേക്കുക. കോഴിപ്പൂട കൊണ്ടുവന്നിട്ട് കോഴിത്തൂവൽ, പൂടയല്ല തൂവൽ കൊണ്ടുവന്ന് പിന്നെ അജുവിൻ്റെ ഒരു പുസ്തകത്തിനകത്ത് കൊണ്ട് സൂക്ഷിച്ച് എത്ര നാൾ പുസ്തകത്തിൽ നമ്മൾ മയിൽപ്പീലി കൊണ്ടുവന്ന് വെക്കുമായിരുന്നെന്ന് പറയുന്ന പോലെ അജുമോൻ ഇങ്ങനെ ഇനിയും വേണം നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ തീർക്കാൻ. ഇല്ലേക്കളെ മോനെ? കണ്ടോ അജുമോൻ്റെ പിന്നെ പൂവൻ കോഴിയെ അപ്പുറത്ത് എല്ലാവരെയും കൂടെ നിർത്തി. ഇവനെ എപ്പോഴും ഇപ്പുറത്തായിരുന്നു. ഇവൻ ഭയങ്കര കൊത്തുകാരനാണ്. അപ്പോൾ ഇവനെ വേറെ കോഴി ഏതോ കൊത്തി. ഞാൻ കണ്ടൊന്നുമില്ലായിരുന്നു കൊത്തുണ്ടാവുന്നൊന്നും. കൊത്തിയതേണ്ട ഇവിടൊക്കെ ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്നു. അജുമോനെ കണ്ട തേക്കുക. എണ്ണ തേച്ച് പിടിപ്പിക്കുകയുണ്ട്, എണ്ണ തേക്കുക. ഞാൻ വീഡിയോ എടുക്കത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ അപ്പോൾ കൊണ്ട് അജുമോൻ ഇങ്ങനെ അന്നേരം ഞാൻ വിചാരിച്ചെന്നാൽ അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തേക്കാമെന്ന് വിചാരിച്ച് ഇതും കൂടെ എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന്. പുറവശത്തൂടെ പോയേക്കളെ. ചരിച്ച് വെച്ച് ചേർത്തൊഴിക്കണം, അന്നേരം വീണോളൂ. ഇവർക്കായിട്ട് കൊണ്ട് വെച്ചേക്കുമോ ഈ എണ്ണ. ഇവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അജുമോൻ ഇങ്ങനെ ഒഴിക്കാനായിട്ട്. തീർന്ന് ഇച്ചിരി കൂടെ മേടിച്ചുകൊണ്ട് വെക്കണം. എളുപ്പം കൊണ്ട് ഭാരമെല്ലാം പോയി. ഇനി അപ്പുറത്ത് നിർത്തണ്ട കേട്ടോ. ഇച്ചിരി മഞ്ഞളും കൂടെ അജുമോൻ കൊടുക്കുക. ഓ ഉറുമ്പിനകത്ത് കാല് വെച്ചേക്കുന്ന ഉറുമ്പില്ലാന്നെ കാല് മാറ്റിയേക്കണേക്കളെ ശവന്തീനിക്കകത്ത്. ഇനി അവന് എന്തുവാന്ന് വെച്ച് ഇട്ട് കൊടുക്കും. അവനിനി അവിടെ നിർത്തുവേ വേണ്ട. അല്ലേ അവനെ കൂട്ടിലങ്ങ് നിർത്തിയിരുന്നാൽ മതി. കുറുകുറുപ്പ്. ക്ഷീണിച്ചങ്ങ്. കൂവുന്നില്ല, നടക്കാൻ വയ്യ, ഓടുക. നടക്കാൻ വയ്യ, ഓടുക. ക്ഷീണിച്ചു പോയി. പണികളൊന്നും ആയിട്ടില്ല. പെട്ടെന്നൊരു ഗോതമ്പ് ദോശ. വേണ്ട ഗോതമ്പ് ദോശ ഉണ്ടാക്കി. ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമോ, മുറിഞ്ഞും ഒക്കെ വീഴുന്നുണ്ട്. വേണ്ട ഇച്ചിരി ചൂരക്കറിയുണ്ട്, ഇന്നലത്തെയാന്നേ. എന്നിട്ട് നമ്മുടെ അച്ചാച്ചന് കൊടുത്തു. അച്ചാച്ചന് ഗുളിക കൊടുത്തായിരുന്നു. അച്ചാച്ചൻ കഴിക്കുന്നു. അജു ഇതിലേക്കൂടെയൊക്കെ നടക്കുന്നു. കോഴിക്ക് ഓരോന്നൊക്കെ ഇട്ട് എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നടക്കുക. ഒരു മുട്ട കിട്ടിയിട്ടുണ്ട് രാവിലെ. അവളൊരു മുട്ട ഇട്ടു. അവൾ മുട്ട ഇട്ടിട്ട് വന്ന് അവളേതാണ്ട് പഴത്തൊലിയൊക്കെ തിന്നുമോ. വേണ്ട രാവിലെ ഒരു മുട്ട എടുത്തുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ട് തന്നു.
അതുകൊണ്ട് അവിടെ തവിട് കൊഴിക്കും. മോനെ ആവശ്യത്തിന് മതി കേട്ടോ, എല്ലാം കൂടെ വാരിയിട്ട് കൊടുക്കുക, ഒന്നും ചെയ്യണ്ട, കുറേശ്ശെ കൊടുത്തേച്ചാൽ മതി. കുറച്ച് മതി, ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. തവിട് കുഴയ്ക്കുക, ഒക്കെ ഇട്ട് കൊടുക്കുക, മതി മോനെ. കൊടുക്കുമ്പോൾ എല്ലാം കൂടെ ഒരു നേരമല്ല കൊടുക്കുന്നത്, പല പ്രാവശ്യങ്ങളിൽ കൊടുക്കണം. ഇവിടോട്ട് വെക്ക്. ബാ, തിന്നട്ടെ. കൊള്ളാവോ? ടേസ്റ്റി ആണെങ്കിൽ മാത്രം തിന്നു. എന്തോ ഇനി കൊള്ളാം, ഒരു ഗുണവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരിക്കുന്നത് കണ്ടോ. ഇതൊക്കെയാണോ നിങ്ങളെനിക്ക് തരുന്നത്? കുഴപ്പമില്ല, കുറേശ്ശെയായിട്ട് തിന്നാം എന്നൊക്കെ പറഞ്ഞ് തിന്നുന്നത് കണ്ടോ. അജു കോഴിയുടെ ബാക്കിയുള്ള അതുങ്ങൾക്ക് ഓരോന്ന് കുഴച്ച് വെച്ച് കൊടുക്കാനും ഒക്കെ ആയിട്ട് അവൻ അതിൻ്റെ പുറകെ പോയേക്കുവന്നേ. അജു വന്ന് തിന്നാനിരുന്നു, കണ്ടിരിക്കുന്നു. രാവിലെ ഞാൻ ഇച്ചിരി ഇതിനുള്ളതെല്ലാം അരച്ച് വെച്ച് നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ളതൊക്കെ കുറച്ച് ഉണ്ടാക്കാൻ ഒരു 4-5 ചോറ് ഉണ്ടാക്കി കൊടുക്കും. അതിനുള്ളത് അരച്ച് വെച്ച്. അജുവേ, ചേച്ചന് ശല്യം ചെയ്യുവാന്നോ? തിന്നാനിരിക്കുമ്പോൾ ചേച്ചന് നീ ഷൂന്നങ്ങും വെച്ചാൽ കാണത്തുമില്ല, കേൾക്കത്തുമില്ല. അപ്പോൾ അജുമോനും കഴിക്കും കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ, ഒന്നും ശരിയായിട്ടില്ലേ. ഇത് കണ്ട, ഞാൻ അജുവിനും അച്ചാച്ചനും കൊടുത്തു ഞാൻ അങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് ശരിക്കിതാവുന്നതിന് മുമ്പേ തിരിച്ചിട്ടപ്പോൾ അതങ്ങ് ഇതായി. നമ്മുടെ ഇന്ന് ഗോതമ്പ് ദോശ ചെയ്യുന്നു, അത് മതിയെന്ന് വിചാരിച്ചു. അജു പറഞ്ഞ് അവന് ചൂട് ചോറ് മതിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞ്. ചോറ് ഇന്നലത്തെ എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, അതെടുത്ത് തിളപ്പിച്ച് ഊറ്റി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഇത് തിന്നാമെന്ന് പറഞ്ഞു. മീൻകറിയുടെ കൂടി ഇത് നല്ലതാണ്, ഗോതമ്പ് ദോശ.